ഞാൻ ഇപ്പോൾ ഉള്ളത് മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്ത ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലം, ഫോറിനേഴ്സിന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പെനാങ് ഐലൻഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതിന് മെയിൻലാൻഡും ഉണ്ട്, ഐലൻഡും ഉണ്ട്. അപ്പോൾ ഞങ്ങളുള്ളത് ഐലൻഡിലാണ്. ഇവിടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൈപ്പടകൾ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ജോർജ് ടൗൺ ആണ്. അപ്പോൾ ആ ജോർജ് ടൗണിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. പണ്ട് കാലത്ത് ഇവിടെ മലേഷ്യൻ മെയിൻലാൻഡിനെയും പെനാങ് ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഫെറി വഴിയായിരുന്നു. മെയിനായിട്ടുള്ള യാത്രാ മാർഗം എന്ന് പറയുന്നത് ഫെറി തന്നെയായിരുന്നു. അപ്പോൾ ആ ഫെറി ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെയുള്ള നമുക്ക് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു കൺട്രീസിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നമുക്ക് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഇവിടുത്തെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾ കയറി വരുന്നത് ബസ് സ്റ്റാൻഡിലൂടെയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഫെറിയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് ബട്ടർവർത്ത് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തുന്നത് ഒരു മാളിലേക്ക്. അത് കഴിഞ്ഞ് അവിടെ അതിൻ്റെ താഴെ തന്നെ ട്രെയിൻ സൗകര്യമുണ്ട്. ആ ട്രെയിൻ നമുക്ക് യൂസ് ചെയ്ത് കൊലാലംപൂരേക്ക് പോവാം. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒറ്റൊരു സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പെനാങ് ഇൻഫർമേഷൻ സെൻ്റർ ആണ്. ഇവിടുന്ന് ഞങ്ങൾ ടിക്കറ്റും ഒക്കെ എടുത്തു. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, ഈ കൗണ്ടറൊക്കെ നമുക്ക് എഴുതി വെച്ചത് കൗണ്ടറിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലത്തെ ഇംഗ്ലീഷ് അല്ല, ഇത് ഇവരുടേതായിട്ടുള്ള, അതായത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ റൈറ്റിങ്സ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ബട്ടർവർത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 ടിക്കറ്റ്, ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ടിക്കറ്റും ഞങ്ങൾ ഇപ്പം തന്നെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടിക്കറ്റിന് ഒരാൾക്ക് ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 റിങ്കറ്റാണ് വരുന്നത്. 2 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ 40 രൂപക്ക് അടുത്തായിട്ട് വരും. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ നല്ല നൈസാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ആംബിയൻസ് ആണ്. അല്ലെങ്കിൽ വലിയ എന്താ പറയുക, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഡെയിലി പോയി വരുന്ന ആൾക്കാർ, അതായത് ഇവിടെ മെയിൻലാൻഡിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഐലാൻഡിൽ വന്നിട്ട് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഡെയിലി ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം വണ്ടിയിലൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-20 റിങ്കറ്റോളൊക്കെ ആകും. അപ്പോൾ ഇതാകുമ്പോൾ 2 റിങ്കറ്റ് ആയാലും നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ മാത്രമല്ല, ഇങ്ങോട്ടേക്ക് വണ്ടികളും ഇതിലൂടെ തന്നെ ഫെറി വഴി അപ്പുറത്തേക്ക് എത്തുന്ന സൗകര്യമുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ സ്കൂട്ടറൊക്കെ, അതൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് കടത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സൗകര്യമൊക്കെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അല്ലെ, കുറച്ചും കൂടെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ വരാനും അതൊരു കാരണമാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 7 മണിക്കാണ് ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫെറിയാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് എത്തുന്നവരെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റൊക്കെ ചെയ്തു. അത് അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ക്യൂ ഒക്കെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടപ്പോൾ ചിലപ്പോൾ അവർ ഡെയിലി പോയി വരുന്നവരായിരിക്കും. ഞങ്ങളും പോയി ക്യൂ ഒക്കെ നിന്നു. അപ്പോൾ ഫെറിയുടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം തന്നെ ഇവിടെ ഒരു കപ്പലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം നിലവിൽ യൂസ് ചെയ്യാത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനെ കൂടെ അവർ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഒരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ജോർജ് ടൗണിൽ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലൊക്കെ കയറി. ഉള്ളിൽ പുറത്തും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ഉള്ളിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളിലാണ് കയറി ഇരുന്നത്. അപ്പോൾ അവിടെ AC ആണ്. അതുകൂടാതെ അതിനുള്ളിൽ ടോയ്ലറ്റ് സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ചു. സൈഡ് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക്. വലിയ തിരക്കൊന്നുമില്ല, പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്. അത്യാവശ്യം കുറേ ആൾക്കാർക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ പുറത്ത് ഇതുപോലെ ഒരു സൈഡിലായിട്ടാണ് ഈ ബൈക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് വരുന്നവരൊക്കെ നിൽക്കുന്നത്. ബേസിക്കലി ഇതൊരു റോറോ ഫെറിയാണ് കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്ന് കയറി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങാൻ, നമുക്ക് നേരിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന പോലത്തെ ഒരു സൗകര്യം. അതായത് ആ ഒരു സൈഡിലേക്കൂടെ കയറുക, മറ്റേ സൈഡിലേക്കൂടെ ഇറങ്ങുക. 2 സൈഡിലും ഓപ്പൺ ആയിട്ടുള്ള പോലത്തെ ഒരു സൗകര്യമാണിത്. നമ്മൾ റോറോ ഫെറി എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇതുപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ ബൈക്ക് നിർത്തിയിട്ടിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്, ഉള്ളിൽ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ഫുള്ളായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇതാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് അവിടെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അങ്ങനെ ഫെറി സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന പെനാങ്ങിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ കാണുന്നത് പെനാങ്ങാണ്. നമ്മൾ പോകുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ്. അതാണ് ബട്ടർ ബർത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ തന്നെ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മൾ മാളിലേക്കാണ്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് ട്രെയിൻ സൗകര്യം ഉണ്ട്. അങ്ങനെ നല്ലൊരു സ്പേഷ്യസ് അല്ലെങ്കിൽ നല്ലൊരു യാത്രാ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് വ്യൂസ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നാമത് ആ ഒരു ഈവനിങ് ടൈം സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ സ്കൈ ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്കിപ്പോൾ അക്കരെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ വേറെ എവിടത്തേക്കും പോകുന്നതല്ല, ജസ്റ്റ് ഫെറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് കയറിയതായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഓരോ ഹാഫ് ആൻ അവറിലും ഫെറി ഉണ്ട് എന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ 7 മണീൻ്റെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ട്രാവൽ, 10 to 15 മിനിറ്റ്സ് ആണ് അവർ അപ്പുറത്തേക്ക് പറഞ്ഞത്. ഞങ്ങൾ നെക്സ്റ്റ് അവിടുന്ന് 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഫെറിയിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം. കൂടാതെ ഈ പെനാങ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട്, അതായത് ഇത് കൂടാതെ ഈ ഒരു മെയിൻലാൻഡും ഐലൻഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 2 ബ്രിഡ്ജസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ബ്രിഡ്ജും സെക്കൻഡ് ബ്രിഡ്ജും ഉണ്ട്. അപ്പം ഫസ്റ്റ് ബ്രിഡ്ജ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 13.5 കിലോമീറ്ററും അതുപോലെ തന്നെ സെക്കൻഡ് ബ്രിഡ്ജ് 24 കിലോമീറ്ററും ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ഏകദേശം നല്ല ബ്ലോക്കും ട്രാഫിക്കൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു ട്രാഫിക്കൊക്കെ റെഡ്യൂസ് ചെയ്യാനായിരിക്കും കുറേ ആൾക്കാർ ഫെറി യൂസ് ചെയ്യുന്നത്, വണ്ടിയൊക്കെ ഉള്ളവർ കൂടി ഫെറി യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നാണ് ചോദിച്ചപ്പോൾ അറിഞ്ഞത്. അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതാണ്. അങ്ങനെ അവർക്ക് എന്താ പറയുക, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതിന് പകരം ഇതാകുമ്പോൾ ജസ്റ്റ് അതിൽ നിന്നാൽ പോരെ, അപ്പുറത്തിൽ നിന്നുള്ളൊരു കൺസേണും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടുന്ന് അതൊക്കെ നോക്കി നിന്ന് ഏകദേശം നമ്മൾ ബട്ടർ ബർത്തിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ എത്താനാകുമ്പോൾ തന്നെ ഏകദേശം എത്താനാകുമ്പോൾ തന്നെ എല്ലാ വണ്ടിയുള്ളവരൊക്കെ ഫസ്റ്റ് അവർ വണ്ടിയാണ് പുറത്തേക്ക് വിടുക. അപ്പോൾ വണ്ടിയുള്ളവരൊക്കെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരൊരു സൈഡിലേക്ക് മാറ്റി വണ്ടിയുള്ളവരൊക്കെ ഫസ്റ്റ് അവിടെ റെഡിയായിട്ട് നിന്നു. വണ്ടി പുറത്തേക്ക് വിട്ടതിന് ശേഷം മാത്രമേ ആൾക്കാർക്ക് പോകാനുള്ള പെർമിഷനുള്ളൂ. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു. ബാക്കി എല്ലാവർക്കും പോയിട്ട് തിരക്കുള്ളവരായതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഫസ്റ്റ് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ വണ്ടികൾ വിട്ടു. അങ്ങനെ വണ്ടിയുടെ റഷൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പുറത്തേക്ക് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇരിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞങ്ങളും അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. അങ്ങനെ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നടക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഒരു സൈഡിലേക്ക് മോട്ടോർ സൈക്കിൾ പോകാനും മറ്റേ സൈഡിലേക്ക് നടന്നു പോകേണ്ടവർക്ക് പോകാനുള്ള സൈനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഈ കാണുന്ന സ്റ്റെയർ മേലോട്ട് കയറിയാൽ അത് നേരെ കണക്ഷൻ വരുന്നത് മാളിൻ്റെ ഉള്ളിലേക്കാണ്. അത് ആ മാളിലേക്കാണ് നമ്മൾ നേരെ എത്തുക. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീണ്ടും ഫെറി തന്നെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് എൻ്ററായി. പിന്നെയും ഉള്ളിലേക്കൊക്കെ കയറി. ഏകദേശം ജോർജ് ടൗണിലുണ്ടായ സെയിം സ്ട്രക്ചറൊക്കെ തന്നെയായിരുന്നു ഇവിടെയും ഉള്ളിൽ കണ്ടത്. പിന്നെ ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് ഈ ഫെറീൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ബോർഡ്സ് നമുക്ക് അവിടെ കാണാനുണ്ടായിട്ടോ. പണ്ടത്തെ ഒരുപാട് എന്താ പറയുക ഫെറി, അതുപോലെ പണ്ട് യൂസ് ചെയ്ത ഫെറി, അതിൻ്റെ ഹിസ്റ്ററി, അത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലെ ഓരോ ഹിസ്റ്ററീസ്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ട്രാവൽ ഫെസിലിറ്റി തന്നെയായിരുന്നു എന്നാണ് ഇതൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്.
ഇത് കൂടാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ഫെറിയുടെ ടൈം, ഡിപ്പാർച്ചർ ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈമും നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിവിടെ വീക്ക് ഡേയ്സിൽ അതുപോലെ തന്നെ വീക്കെൻഡ്സിൽ വേറെ ഷെഡ്യൂളാണ്. അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിൽ ഇങ്ങനെ ഓരോ ഡേ ഫെറിൻ്റെ ടൈം മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് തിരിച്ചു പോകാൻ വേണ്ടി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും ഫെറിയിൽ കയറി. ഇപ്രാവശ്യം ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. കാരണം പുറത്ത് കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് പോകാമെന്ന് കരുതി പുറത്താണ് ഇരുന്നത്. അങ്ങനെ ഏകദേശം ടൈം ആവാറായി. അവസാനം ബാക്കി നേരത്തെ ഒഴിഞ്ഞുപോയ കുറച്ച് വണ്ടികളും കൂടി ഉണ്ടെങ്കിൽ അതിനും കൂടെ എൻട്രി ചെയ്യാനുള്ള ഒരു ടൈം അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം കയറാനുള്ള ആൾക്കാരൊക്കെ വന്നു. ഇതുപോലെയാണ് ഇതൊക്കെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. ഉടനെ തന്നെ ഫെറി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാ ഇവിടെയുള്ള ആൾ അവർക്ക് സിഗ്നൽ കൊടുത്താൽ ഉടനെ തന്നെ ഫെറി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വലിയ ടൈമൊന്നും എടുത്തില്ല. ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു ഫെറിയിൽ പോകുന്ന ട്രിപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ ഇങ്ങനെ നിന്നു. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ലൈനായിട്ട് കാണുന്ന ലൈറ്റ്സ്, അതാണ് സെക്കൻഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മെയിൻലാൻഡിനെയും പെനാങ്ങിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആ ബ്രിഡ്ജാണ്. ഇതാണ് അതിൻ്റെ ഒരു, അതായത് ബട്ടർവർത്തിൻ്റെ വ്യൂ ആണ്. അത് ആ കാണുന്നതാണ് മാള് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ഫെറി എന്ന് പറഞ്ഞാൽ വലിയൊരു ചിലവും ഇല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് രണ്ട് സൈഡും കണക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾമോസ്റ്റ് 20 റിങ്കറ്റൊക്കെ ആവും നമുക്ക് ഗ്രാബ് വിളിച്ചിട്ട് അപ്പുറത്ത് എത്തണമെങ്കിൽ. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാട്ടിൽ നല്ലൊരു പൈസയായി. ഇതാകുമ്പോൾ നമുക്ക് 2 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 രൂപ ഒക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് തിരിച്ചെത്തി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അങ്ങനെ മെല്ലെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ പുറത്തിറങ്ങി നേരത്തെ പറഞ്ഞ പോലെ നേരെ നമ്മൾ ഈ റൂട്ട് നേരെ പോകുന്നത് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കൂടെ മാത്രം നടന്നാൽ നമ്മൾ നേരെ ബസ് സ്റ്റേഷനിലേക്ക് എത്തും. അങ്ങനെ ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു.